നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പുളിയിലപ്പാറയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. നിർമ്മാണം പൂർത്തീകരിച്ചത് 1,20,00,000 രൂപ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച്. അന്നമനട ഗ്രാമപഞ്ചായത്ത് ആക്രി ആപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഡയപ്പർ മാലിന്യ സംസ്കരണ പദ്ധതി ആരംഭിച്ചു. മാലിന്യ ശേഖരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. തൊഴിൽ മേള VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 1,20,00,000 രൂപ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് അതിരപ്പള്ളി മലക്കപ്പാറ കാനനപാതയിൽ പുളിയിലപ്പാറയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് 4000 സ്ക്വയർ ഫീറ്റിൽ വിനോദസഞ്ചാരികൾക്കായി വിശ്രമ കേന്ദ്രം ഒരുക്കിയത് മാതൃകാപരമാണെന്നും വിനോദസഞ്ചാര മേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് അതിർത്തിയിൽ ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നത് അടക്കമുള്ള നടപടികൾക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പണി പൂർത്തിയാക്കിയ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ദീർഘമായ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഈ വഴിയോര വിശ്രമ കേന്ദ്രം പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ ജനങ്ങൾ കൂടി ഭാഗമാകണമെന്നും മാലിന്യ നിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടാൽ മൊബൈലിൽ പകർത്തിയ വീഡിയോയോ ചിത്രമോ സഹിതം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയാൽ ഒടുക്കുന്ന പിഴയുടെ 4/1 വിവരം നൽകുന്ന ആൾക്ക് ലഭ്യമാകുമെന്നും മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ്, വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ KM ജയചന്ദ്രൻ, ആതിര ദേവരാജൻ, ആഷിത രമേശ്, LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ ആനന്ദൻ, പഞ്ചായത്ത് സെക്രട്ടറി പ്രീതി KM തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. അന്നമനട ഗ്രാമപഞ്ചായത്ത് ആക്രി ആപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഡയപ്പർ മാലിന്യ സംസ്കരണ പദ്ധതി ആരംഭിച്ചു. മാലിന്യ ശേഖരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് നിർവഹിച്ചു. ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ മുനിസിപ്പാലിറ്റികളുമായി സഹകരിച്ചുകൊണ്ട് ഈ ആക്രി ആപ്പ് കേരളത്തിലുടനീളം ഇതുപോലെ സാനിറ്ററി നാപ്കിൻ, അതോടൊപ്പം തന്നെ ഡയപ്പർ അടക്കമുള്ള വസ്തുക്കൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂതന സംവിധാനങ്ങളുമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇതിനെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ എല്ലാവിധ ലൈസൻസും അനുമതിയോട് കൂടിയിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പത്രദ്വാരയാണ് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇതിന് ബന്ധപ്പെട്ട ശ്രീ ശിശുനുമായി സംസാരിക്കുമ്പോൾ കേരളത്തിലുള്ള മുനിസിപ്പാലിറ്റികളിൽ ഒട്ടുമിക്ക മുനിസിപ്പാലിറ്റികളുമായി സംസാരിക്കുകയും ചില മുനിസിപ്പാലിറ്റികൾ തുടങ്ങി വയ്ക്കുകയും തൃശ്ശൂരും അതോടൊപ്പം തന്നെ കൊച്ചി അടക്കമുള്ള കോർപ്പറേഷനുകളിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TK സതീശൻ, KA ഇക്ബാൽ, ആനി ആൻഡ്രു, ഷീജ നസീർ, KK രവി നമ്പൂതിരി, മോളി വർഗീസ്, ലളിത ദിവാകരൻ, സെക്രട്ടറി ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിൽ വൻ ലഹരിവേട്ട, യുവതികളടക്കം 3 പേർ പിടിയിൽ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് 150 ഗ്രാം MDMA-യുമായി യുവതികളെയും യുവാവിനെയും തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടിയത്. എറണാകുളം സ്വദേശി ആഷിഖ്, പത്തനാപുരം സ്വദേശി ഷഹാന, മാള സ്വദേശിനി ഹരിത എന്നിവരാണ് അറസ്റ്റിലായത്. വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. ഓണത്തിന് 1,00,000 തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പ്രാദേശിക തൊഴിൽ മേള VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അതിനുപരിയായിട്ട് പ്രാദേശിക തലങ്ങളിൽ തന്നെ നമുക്ക് തൊഴിൽ നൽകണം കൂടുതൽ തൊഴിൽ നൽകണം എന്നുള്ളൊരു നിർബന്ധവും സർക്കാരിന് ഈ അവസരത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിദേശത്ത് പോകുന്നത് സാഹചര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകാനാണ് കേരളം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ
പുഴയും വനവും കടലും കായലും ഒക്കെ കൂടി ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് നമ്മൾ. കുറച്ച് ഏരിയകളും അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകളും നമുക്ക് കുറവാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും. പക്ഷേ വിദ്യാഭ്യാസം നമുക്ക് കൂടുതലാണ് എന്നുള്ളതാണ്, അറിവ് നമുക്ക് കൂടുതലാണ് എന്നുള്ളത്. അതുകൊണ്ട് വിവിധ മേഖലകളിലേക്ക് ഇന്ന് നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. പ്രാദേശികമായുള്ള തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകി ജോലി ഉറപ്പാക്കുകയാണ് വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ. മേളയിൽ 20ഓളം തൊഴിൽദാതാക്കൾ പങ്കെടുത്തു. പുത്തഞ്ചിറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഹാളിന്റെ ഉദ്ഘാടനം ഔപചാരികമായിട്ട് നിർവഹിച്ചതായി ഞാൻ ഈ വേദിയിൽ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ക്ഷീരസംഘത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ഷീര ഡിപ്പാർട്ട്മെൻറ്റിലെ അതിൻ്റെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദീകരിക്കും. കേരള സർക്കാർ ക്ഷീര കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ 9 വർഷക്കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. എല്ലാം പൂർണ്ണമായി എന്നുള്ള അതിലല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കേരള ബിക്സ് ഉൾപ്പെടെയുള്ളവരുടെ നല്ല സഹകരണവും നിങ്ങളുടെ എല്ലാം എൻ്റെ കൂടെ ഉണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സർക്കാർ, തദ്ദേശ ഭരണസമിതികൾ, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഉൾപ്പെടെ ക്ഷീരകർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പിലാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ് പദ്ധതി വിശദീകരണം നടത്തി. ക്ഷീരസംഘം പ്രസിഡന്റ് NB കുമാരൻ, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VN രാജേഷ്, പത്മിനി ഗോപിനാഥ്, വെള്ളാങ്കല്ലൂർ ക്ഷീരവികസന ഓഫീസർ PF സെബിൻ, പുത്തഞ്ചിറ സഹീറ സംഘം സെക്രട്ടറി റോസ്മി ടാൽബി, TN സത്യൻ എന്നിവർ സംസാരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വിപണനമേള ആരംഭിച്ചു. സെപ്റ്റംബർ 3 വരെയാണ് ഓണം വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. മലയാളികളോടതെല്ലാം ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നാടും നഗരവും എല്ലാം അതിൻ്റെ ആവേശത്തോടുകൂടി പൂവിലുകളും പൂക്കളങ്ങളുമായി ആവേശത്തോടുകൂടി വരവേൽക്കാൻ നിൽക്കുന്നൊരു സന്ദർഭത്തിലാണ് ലോകത്തിന് മാതൃകയായ സ്ത്രീ ശാക്തീകരണ രംഗത്ത് ലോകത്തിന് കേരളം സംഭാവന ചെയ്ത കുടുംബശ്രീ പ്രസ്ഥാനം ഈ ഓണത്തിനുണ്ടാകുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സർക്കാർ തന്നെ കൺസ്യൂമർ ഫെഡും സപ്ലൈകോയുടെ ഭാഗമായി വിവിധ ചന്തകൾ നടത്തിക്കൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തി മലയാളിക്ക് ഓണം ഉണ്ണാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ അതിനൊപ്പം നിന്നുകൊണ്ട് കേരളത്തിലെ എല്ലാ കുടുംബശ്രീ CDSകളും 1000-ലധികം ചന്തകളാണ് ഇതുപോലെ നടത്തുന്നത്. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ KK രവി നമ്പൂതിരി, TK സതീശൻ, KA ഇക്ബാൽ, ഷീജ നസീർ, സുനിത സജീവൻ, ആനി ആൻഡ്രു, ടെസി ടേറ്റസ്, മോളി വർഗീസ്, ലളിത ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യാപ്പുളിപ്പറമ്പ് സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ JC ജോൺ ഉദ്ഘാടനം ചെയ്തു. UP പ്രധാനാധ്യാപിക ജോസ്മി, PTA പ്രസിഡന്റ് മാത്യു ചക്കാലക്കൽ, വൈസ് പ്രസിഡന്റ് സുധീർ, ലൈജി ബിജു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പുളിയിലപ്പാറയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. നിർമ്മാണം പൂർത്തീകരിച്ചത് 1,20,00,000 രൂപ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച്. അന്നമനട ഗ്രാമപഞ്ചായത്ത് ആക്രി ആപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഡയപ്പർ മാലിന്യ സംസ്കരണ പദ്ധതി ആരംഭിച്ചു. മാലിന്യ ശേഖരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു.
വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. തൊഴിൽ മേള VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.